കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റു കിടക്കുകയാണെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പിണറായി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രി പറഞ്ഞത് മുണ്ട് മുറുക്കി ഉടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു ഭാഗത്ത് കേന്ദ്രം പരമാവധി കേരളത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. മറുഭാഗത്ത് പലപ്പോഴും ഉയരുന്ന ഒരു ആരോപണം, കേരളത്തിലെ പല നികുതികളും വൻകിട നികുതികളൊന്നും പലപ്പോഴും കാര്യക്ഷമമായി പിരിക്കുന്നില്ല എന്നൊരു ആരോപണം ഈ സതീശൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുമ്പോൾ ഈ ഖജനാവിൽ ഒന്നുമില്ലാത്തത് തിരിച്ചടിയാകും എന്നാണ് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതിനെ മറികടക്കാനും അതോടൊപ്പം തന്നെ ഖജനാവിലേക്ക് എത്താതെ വൻകിട ആളുകളെല്ലാം വെട്ടിച്ചു കളയുന്ന നികുതി പണം കൂടി തിരിച്ചു കൊണ്ടുവരാനും ഈ ഒരു എക്കണോമിസ്റ്റ് കൂടിയായ അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റിനേക്കാൾ മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന വി.ഡി. സതീശന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചൂടെ? വി.ഡി. സതീശന്റെ കഴിവ് വരെ പറയുന്നതിന് മുമ്പ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം, കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാമെന്നേറ്റ് വെച്ചിട്ടുള്ള DA മാത്രം തന്നെ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ വരുന്നതാണ്. DA കുടിശ്ശിക, ഇനി ശമ്പള പരിഷ്കരണം കൂടി വരുന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഇവരുടെ തലയിൽ വച്ചിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് പോണത്. ശമ്പളവും DAയും മാത്രം, ശമ്പള പരിഷ്കരണവും അതിൻ്റെ അരിയറൊക്കെ വരുമ്പോൾ അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. രണ്ട്, ഇപ്പോൾ ഗവൺമെന്റ് ഈ ഞാൻ കണക്കാക്കുന്നത് KSRTCയിൽ കൊടുക്കുന്നതൊന്നും ഗവൺമെന്റ് അത്ര വലിയ പ്രതിസന്ധിയല്ല. കാരണം അത് ചെറിയ എമൗണ്ടേ വരുള്ളൂ. പക്ഷേ അതുപോലെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നു, അന്ന് അത്ര വലിയ എമൗണ്ട് അല്ല. പക്ഷേ ബാക്കി മൂലധന ചെലവിലേക്ക് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ കഴിയും? കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കടം മേടിച്ച് ശമ്പളം കൊടുക്കുക, ശമ്പളവും പെൻഷനും കൊടുക്കാൻ, ഉത്സവത്തെ കൊടുക്കാനൊക്കെയാണ് കടം വാങ്ങിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ ഇൻകം കൂടുന്നില്ല, എവിടെയും കൂടുന്നില്ല. കേരളം GSTയിൽ ഒപ്പിട്ടത് ഞാൻ എതിർത്ത ഒരാളാണ്. അന്ന് ബഹു സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് ഭയങ്കര ലാഭമാവും, നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അദ്ദേഹത്തോളം സാമ്പത്തിക വിദഗ്ധനില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാവുന്നു കേരളത്തിന്റെ വരുമാനം സാമ്പത്തികമായി പുറകോട്ട് പോവാണ്. കാർഷിക മേഖല ഏതാണ്ട് തകർന്നടിഞ്ഞിരിക്കും, അത് നെഗറ്റീവാണ് ഗ്രോത്ത്. വ്യവസായ മേഖലയും കഴിഞ്ഞ 5-10 വർഷമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല. കാരണം നമ്മുടെ മുമ്പിൽ പുതിയൊരു വ്യവസായം വന്നിട്ടില്ല, പുതിയൊരു പദ്ധതിയും വന്നിട്ടില്ല. ആകെ ഈ നമ്മുടെ രാജീവ് മന്ത്രി ഇങ്ങനെ അവിടെ തുടങ്ങി ഇവിടെ തുടങ്ങി 1 ലക്ഷം ജോലി കിട്ടും, മറ്റേത് കിട്ടും എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഒന്നുമില്ല. ജോലി കിട്ടി ഇതൊക്കെ പിൻവാതിൽ നിയമനത്തിലൂടെയും താൽക്കാലിക ആളുകൾക്ക് കൊടുത്തതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് അർത്ഥത്തിൽ ഇവിടെ വന്നിട്ടില്ല. സംഗതി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി മറ്റേ മീറ്റ് നടത്തി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വന്നിട്ടില്ല. ഇവിടുത്തെ സാധ്യത കുറവുള്ളതുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്, അതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. പുതിയ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ചോദ്യം സതീശനോട് പലരും ചോദിച്ചത് ഞാൻ ചില ഇന്റർവ്യൂകൾ കേട്ടിട്ടുണ്ട്, ചില യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ ഇന്റർവ്യൂ. അതിൽ സതീശൻ പറഞ്ഞ മറുപടി യഥാർത്ഥത്തിൽ അത് കുറെ നടപ്പാക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പൊ കേരളത്തിൽ സ്വർണത്തിന്റെ വ്യാപാരം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുക, ഒരു സംശയമില്ല. എല്ലാ ദിവസവും ചാനലുകളിൽ നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് ഒരു പുതിയ ജ്വല്ലറി, ഏതെങ്കിലും വലിയ ജ്വല്ലറിയുടെ ഭാഗമായത് അല്ലെങ്കിൽ പുതിയൊരു ജ്വല്ലറി തുറക്കുന്നു. സിനിമാ താരങ്ങൾ, TV താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ ഒക്കെ അതിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു, നമ്മൾ കാണുന്നു. കേരളത്തിന്റെ സ്വർണത്തിൽ നിന്ന് വരുമാനം, നികുതി വരുമാനം കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പൈസ കൂടിയിട്ടില്ല. എന്തുകൊണ്ട് കൂടിയില്ല? സതീശൻ തന്നെ ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് കൂടിയിട്ടില്ല? അങ്ങനെ കൂടാതിരിക്കുന്നതിന്റെ കാരണം വലിയ തോതിൽ നികുതി ഒഴുകിപ്പോകുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ നമുക്ക് തടയാൻ കഴിയും? കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സ്വർണം തന്നെയാണ്, ഏറ്റവും വലിയ വിൽപ്പന ചരക്ക്, ഏറ്റവും മൂല്യമുള്ളത്. അതുപോലെ മറ്റ് കൺസ്യൂമർ ഐറ്റം, തുണി അല്ലെങ്കിൽ മറ്റ് സംഗതികൾ, ഇതൊരു കാര്യമാണ്. അപ്പോൾ വലിയൊരു തോതിൽ നികുതി ചോർച്ച, കിട്ടേണ്ട നികുതി വരാതിരിക്കുന്നു ഈ മേഖലകളിൽ നിന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സതീശ മാത്രമല്ല, പല സാമ്പത്തിക വിദഗ്ധരും കേരളത്തിന് ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണി ഓർഡർ പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഗൾഫിൽ നിന്ന് വരുന്ന പണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് പോകുന്ന പണം വളരെ കൂടിയിരിക്കും. അത് അതിഥി തൊഴിലാളിയുടെ പണമായാലും, കുട്ടികൾ ഇവിടുന്ന് പഠിക്കാൻ മുമ്പൊക്കെ ഗൾഫിലേക്ക് പോയ കാശും കെട്ട് അയക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കാശും കൊണ്ട്, വീടും വിറ്റ് കാശും കൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ അവർ തിരിച്ചു വരുന്നില്ല, ഒരു പൈസ കിട്ടു വരുന്നില്ല. കാരണം വീട്ടിന്റെ കടം വീട്ടാൻ പോലുള്ള പൈസ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ക്രയത്തിൽ വലിയ വ്യത്യാസം വരുത്തും. ഇതെങ്ങനെ നേരിടും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മുടെ കുട്ടികൾ പോകുന്നത് തടയാൻ പറ്റുന്ന സംവിധാനം നമുക്കിവിടെ ഉണ്ടാവണം. അവർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി വേണം, അല്ലെങ്കിൽ അവരുണ്ടാവില്ല. ആ ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉണ്ടാക്കും? ഒരു കാര്യം ഉറപ്പാണ്, ഒരു സ്വകാര്യ മേഖല പങ്കാളിത്തത്തെ ആരും എതിർത്തിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ഗവൺമെന്റും സ്വകാര്യ മേഖലയെ മാത്രമാണ് സംബന്ധിച്ചത്.
ആ സ്വകാര്യ മേഖലയ്ക്ക് എത്രത്തോളം കേരളത്തിൽ ഏതൊക്കെ മേഖലയിൽ ഇടപെടാൻ പറ്റും, എങ്ങനെ മൂലധനം കൊണ്ടുവരാൻ പറ്റും. മൂലധനവും വന്ന് തൊഴിലും വന്നാലാണ് സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുകയുള്ളൂ. മൊത്തം മണി സർക്കുലേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ നമുക്ക് മണി സർക്കുലേഷൻ ഇല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗം ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ്. അതിനൊരു കാരണം ഇനി റിയൽ എസ്റ്റേറ്റിൽ വലിയ ആവശ്യക്കാരില്ല. ഏതാണ്ട് കുറേ ഫ്ലാറ്റൊക്കെ പണിതിട്ടു, എല്ലാം പണിതിട്ടു, കുറേ പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഫ്ലാറ്റുകൾ വിൽക്കാൻ നടക്കുക. കാരണം എന്താ വെച്ചാൽ മുടക്കിയ മുതലെങ്കിലും കിട്ടിയാൽ മതി, പലിശ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. കാരണം ഇനി അങ്ങനെ വലിയ തോതിൽ ഫ്ലാറ്റ് ആവശ്യമുള്ള ഒരു സ്ഥലമായി കേരളം വരുന്നത്. ഭൂരഹിതർ ഇവിടെ ഉണ്ട്, ഭവനരഹിതരും ഉണ്ട്. പക്ഷെ അവർക്കൊന്നും വേണ്ടിയല്ലോ ഈ ഫ്ലാറ്റ് പണിയാണ്. ഇപ്പൊ 1 കോടി 1.5 കോടി രൂപയുടെ ഫ്ലാറ്റ് പണിതിട്ട് നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്ത ആളുകൾ അവർക്ക് കൊടുക്കില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും? അങ്ങനെ കുറെ പണം ഇവിടെ ഇതായിട്ട് കിടക്കുന്നുണ്ട്. ലോക്ക്ഡ് മണിയാണ്. ഈ ലോക്ക്ഡ് മണി എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കാൻ കഴിയും. ഇവിടുത്തെ ഒഴിഞ്ഞെടുക്കുന്ന ഫ്ലാറ്റുകൾ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ ഇത് ഇപ്പൊ BNRB എന്നൊക്കെ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാനൊക്കെ കഴിയും സംവിധാനങ്ങൾ കഴിയുമോ? അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത്. അതുപോലെ നിരവധി ഇൻകം സാധ്യതകൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് സതീശൻ പറയുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്തായാലും ചെലവ് കുറയാൻ പോകുന്നില്ല. കഴിഞ്ഞ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ചെലവാണ് ഈ ഗവൺമെന്റ് വരാൻ പോകുന്നത്. അതുമാത്രമല്ല, GDP-യുടെ 18% പലിശ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംസ്ഥാന കേരളം. 18% കേരളം പലിശ തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. തമിഴ്നാട് 12%. വിജയ് കുറെ കൂടി ഭാഗ്യവാനാണ്. തമിഴ്നാട് 12%, കേരളം 18%. അപ്പൊ GDP-യുടെ സംസ്ഥാന വരുമാനത്തിന്റെ അല്ല, GDP-യുടെ 18% അടയ്ക്കണമെങ്കിൽ സംസ്ഥാന വരുമാനം, റവന്യൂ വരുമാനം എത്ര ഉണ്ടാവണം? റവന്യൂ എക്സ്പെൻസ് കൂടുന്നത് എങ്ങനെയാണ്? നാലാമതൊരു കാര്യം, യഥാർത്ഥത്തിൽ കേരളത്തിൽ അനാവശ്യമായ കുറെ പബ്ലിക് സ്പെൻഡിങ് ഉണ്ട്. അത് നിർത്തേണ്ടി വരും. അത് നിർത്താനുള്ള ധൈര്യം ഉണ്ടാവുക. കുറെ വാഴപ്പിണ്ടി കോർപ്പറേഷൻ പോലെയുള്ള കുറെ സ്ഥാപനങ്ങൾ, അത് ഒന്ന് അമാൽഗമേറ്റ് ചെയ്ത് ഒരു കോർപ്പറേഷൻ ആക്കുക, 4-5 സമാന കോർപ്പറേഷനുകൾ ഒന്നാക്കുക. അപ്പൊ പിന്നെ ഒരു ചെയർമാൻ ഒരു സംഗതി മതിയല്ലോ. അതുപോലെ ഇപ്പൊ PSC മെമ്പർമാർ ശമ്പളം കുറയ്ക്കാൻ പറ്റുമെന്നല്ല. കാരണം ഇവരുടെ നേതാക്കന്മാരായിരിക്കും ഇനി PSC-യിൽ കയറാൻ പോകുന്നത്. എത്ര PSC മെമ്പർമാരുടെ ഇപ്പൊ ഇതുപോലെ കനത്തിന് കൂട്ടിയത് കുറയ്ക്കാൻ കഴിയും? ഞാൻ PSC എന്ന് മാത്രമല്ല, അതുപോലെ മന്ത്രിമാരുടെ ആളുകളുടെ ധൂർത്ത് കുറയ്ക്കാൻ കഴിയും. എന്തായാലും 32 വാഹനം 40 വാഹനങ്ങൾ സതീശൻ പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മോഡി തന്നെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സതീശൻ എത്ര വാഹനം ഉപയോഗിക്കാൻ പോണെന്ന് അറിയില്ല. അത് ചെറിയൊരു കാര്യമല്ല അത്. കാരണം അതൊരു മാതൃക കാണിച്ചാൽ മാത്രമേ ബാക്കിയുള്ള മന്ത്രിമാർ ചെയ്യുള്ളൂ, ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുള്ളൂ. ഈ ധൂർത്ത് അല്ലെങ്കിൽ വലിയ വലിയ സമ്മേളനം നടത്തിയ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയ ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. യാത്ര, നവകേരള യാത്ര എന്നൊക്കെ പറഞ്ഞ് പൈസ എത്രയെ പിടിച്ച്. അപ്പൊ അതൊന്നും ഒരു ഗുണമില്ല. ആ PR വർക്ക് കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. അപ്പൊ സതീശനായാലും ഇനി അങ്ങനെ ഒരു PR വർക്കൊന്നും പോവാതിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ കേരളത്തിൽ കാർഷിക മേഖലയിൽ കുറെ കൂടി വരുമാനം ഉണ്ടാക്കാൻ കഴിയും. സത്യത്തിൽ അതെങ്ങനെ കഴിയും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ ടൂറിസം മേഖല, IT മേഖലയൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളാണ്. ഇപ്പൊ പലപ്പോഴും അതൊരു ബ്ലോക്കഡായി കിടക്കുകയാണ്. അത് തുറന്നു വിട്ട് വരുമാനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഇതിനൊരു ആശ്വാസമെങ്കിലും കിട്ടും. പിന്നെ കേരളത്തിലെ പബ്ലിക് ഹെൽത്തിലെ, എഡ്യൂക്കേഷനിലൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും ഇതൊക്കെ ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ ഏതൊക്കെ രീതിയിൽ നടക്കും, പിന്നെ ഏതൊക്കെ തരത്തിൽ തടസ്സമുണ്ടെന്നൊക്കെ ഉള്ളത് ഭരണം വന്ന് പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞിട്ട് പറയാൻ പറ്റും.